നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളെ ഭാര്യമാരോട് പിണങ്ങിയിട്ടുണ്ടോ? പിണങ്ങിയ സമയത്ത് എങ്ങനെയാണ് ഇനി മിണ്ടുക എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ? ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും തമ്മിൽ ഒരു ചെറിയ സൗന്ദര്യ പിണക്കം ഉണ്ടായിത്തരേ. പിണങ്ങി കഴിഞ്ഞപ്പോഴേ അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവിയോട് മിണ്ടണമെന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് മിണ്ടാന്ന് ഇങ്ങോട്ട് അറിയണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഫാത്തിമ ബീവി ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി പല്ല് തേക്കുന്നത് കണ്ടപ്പോ മെല്ലെ 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 ഫാത്തിമ ബീവിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു. ഫാത്തിമ ബീവി പല്ല് തേക്കൽ കഴിഞ്ഞിട്ട് ബ്രഷ് താഴെ വെച്ചപ്പോ അലിയാര് തങ്ങൾ ആ ബ്രഷ് എടുത്തിട്ട് ഫാത്തിമ ബീവി നോക്കി നിൽക്കെ ബ്രഷിനോടൊരു പാട്ട് പാടിത്തറേ. ഹദീതയാഊദൽ അറാക്കി അറാക്ക അമാ ഖിഫ്തയാഊദൽ അറാക്കി സിവാക ലൗ കുൻത മിൻ അഹ്ലിൽ കിതാലി ഖതൽതുക മാ ഫാസ മിന്നിയാ സിവാക്കു സിവാക. ബ്രഷിനോട് പറഞ്ഞു, തര ബ്രഷേ, നിനക്കെന്തൊരു ധൈര്യാണ്. ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ ഫാത്തിമയുടെ പല്ലിലും ചുണ്ടിലും അടിപ്പല്ലിലുമൊക്കെ കടന്ന് മേയാൻ ഇജാരാണ്? അണക്കെന്തൊരു ധൈര്യാണ് എന്ന് ഫാത്തിമ ബീവിന് ബ്രഷിനോട് പറയാ. അലിയാര് തങ്ങളെ, ഇജായത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടു. വേറെ ആരെങ്കിലാണ് എന്റെ ഫാത്തിമയുടെ പല്ലില് തൊട്ടതെങ്കിൽ ഈ അലി ആരാണെന്ന് ഓൻ അറിയുന്നത്. ഫാത്തിമ ബീവി കേൾക്കവേ അലിയാര് തങ്ങള് ഫാത്തിമയുടെ ബ്രഷിനോട് പറഞ്ഞ പാട്ടാണത്. ഇതങ്ങട്ട് പാടിക്കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ ഓടി അങ്ങോട്ട് പോയി കെട്ടി അങ്ങോട്ട് പിടിച്ചു. ഇത്രയേ ഉള്ളൂ ദാമ്പത്യ ജീവിതത്തിലെ പിണക്കം. ഏത് പിണക്കം? ഒരു പിണക്കത്തിന് ശേഷം സന്തോഷമായ ഒരു ഇണക്കം വരാനുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരുടെ